മത്സരിപ്പിക്കുമ്പോഴേ ഇതൊക്കെ ഷാഫിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ. അത് കണ്ടിരുന്നോ? എന്ത് വെളിപ്പെടുത്തല്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്ന് പറഞ്ഞത്. അത് മത്സരിപ്പിക്കുമ്പോൾ മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്ന സമയത്തെ പറഞ്ഞിരുന്നു അത്രേ ഇയാൾക്കെതിരെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന്. ഷാഫി മറുപടി പറഞ്ഞിട്ടില്ല. അല്ല, അത് ഷാഫി പറമ്പിൽ വളരെ കൃത്യമായിട്ട് ഇന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്റെ മുന്നിൽ പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പരാതി എന്റെ പക്കൽ വന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ സ്ത്രീകളുടെ പരാതിയോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഒരു സ്ത്രീയല്ലേ? അവരെ നിങ്ങൾ അവിശ്വസിക്കുകയാണോ? അപ്പോൾ ഇതിനകത്ത് റിട്ടൺ ആയിട്ട് ഒരു പരാതി ഉണ്ട് എന്ന് അന്നത്തെ സമയത്ത് ഇല്ല എന്നാ പറഞ്ഞിട്ടുള്ളതെന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ സ്വഭാവമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എന്റെ ശ്രദ്ധയിൽ ആ ഘട്ടത്തിൽ വന്നിട്ടില്ല എന്നതിന് മറുപടിയായിട്ട് ഞാൻ ഒന്നുകൂടി ഇടപെടുന്നു. അപ്പോഴും കോൺഗ്രസിന്റെ നിലപാട് മാറി. അല്പം മുമ്പ് രോഹിത് പറഞ്ഞു റിട്ടേൺ കംപ്ലൈന്റ് ഇല്ലാതെ രാഹുൽ മാങ്കുടത്തിനെതിരെ കോൺഗ്രസ് നിലപാടെടുത്തു. ഇപ്പോൾ പറയുന്നു റിട്ടേൺ കംപ്ലൈന്റ് ഇല്ലാത്തത് കൊണ്ട് രാഹുൽ മാങ്കുടത്തിനെതിരെ ഷാഫി നിലപാടെടുത്തില്ല. ഏതാണ് ശരി? അങ്ങനെ പറയല്ലേ. ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പരാതി ആ ഘട്ടത്തിൽ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പരാതി വന്നിട്ടില്ല. അതിന് തന്നെയാണ് വാചകം. അന്ന് ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നാ പറഞ്ഞത്.